IECT പെരിന്തൽമണ്ണ ഡിസൈൻ യുവർ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് മിസ്റ്റർ ശ്രീജിത്ത് വർമ്മയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിലും IT രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള IECT ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനറും കൂടിയാണ് മിസ്റ്റർ ശ്രീജിത്ത് വർമ്മ. ഹായ് സർ. നമസ്കാരം. നമുക്ക് അദ്ദേഹത്തോട് കമ്പ്യൂട്ടർ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാനുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് ഇന്ന് സാധ്യതയുള്ളത്? സാറിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിർദ്ദേശം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. SLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ലെവൽ കോഴ്സുകളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ജോലിക്ക് സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സാധ്യതയായിട്ട് വന്നിരിക്കുന്നത് IT രംഗത്ത് ഹാർഡ്വെയർ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിങ്, സ്മാർട്ട് ഫോണുകളുടെ സർവീസിങ് സൈഡ്, നെറ്റ്വർക്കിംഗ് സൈഡ്, ഐപാഡുകൾ, ഐഫോണുകൾ അവയുടെ സർവീസിങ് സൈഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം, അതുപോലെയുള്ള കോഴ്സുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കാരണം ഇന്ന് കോർപ്പറേറ്റ് ലെവലിൽ വരുന്ന എല്ലാ കമ്പനീസും, ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാ കമ്പനിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു IT സപ്പോർട്ടാണ്. കാരണം ഇപ്പോൾ ഹൈ എൻഡ് ലെവലിലുള്ള ഗൾഫ് രാജ്യങ്ങളിലെ കമ്പനികളിൽ മാക്സിമം എങ്ങനെ നോക്കിയാലും മിനിമം ഒരു 3000 to 4000 സിസ്റ്റംസ് എങ്കിലും മിനിമം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹൈ എൻഡ് കമ്പനീസ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മിനിമം IT രംഗത്ത് തന്നെ ഏകദേശം ഒരു 70-80% അവർ IT രംഗത്തുള്ളവരെ തന്നെ അവർ മെയിൻ്റനൻസിന് വേണ്ടി അവരെടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസാണ്. ഇന്ത്യൻസിൽ ഏറ്റവും കൂടുതൽ IT രംഗത്ത് നിൽക്കുന്നതും മലയാളികൾ തന്നെയാണ്. പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റിനെ പോലെയുള്ള ഹൈ എൻഡ് കമ്പനീസിൽ വരെ ഇന്ന് മലയാളികളാണ് അവരുടെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ സർവീസിങ് സൈഡ്, അതുപോലെ ലാപ്ടോപ്പിൻ്റെ സർവീസിങ്, ടാബുകൾ, ഐപാഡുകൾ, ഇതെല്ലാം തന്നെ AMC കോൺട്രാക്റ്റിൽ പോലെയാണ് കമ്പനീസ് എല്ലാം തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഔട്ട്സോഴ്സിങ് സിസ്റ്റം പുറത്തേക്ക്, അതെ, ഔട്ട്സോഴ്സ് ചെയ്യാണ്. പുറത്തേക്ക് ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി മറ്റൊരു ടീമിനെ അവർ ഏൽപ്പിക്കുന്നു. അപ്പോൾ AMC കോൺട്രാക്ട്സ് വഴിയും കേരളത്തിൽ നിന്ന് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ന് എത്തുന്നുണ്ട്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മിഷനറികൾ, അവിടെയുള്ള ഫാക്കൾട്ടി ക്വാളിറ്റി എല്ലാമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും അവർക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി അവർ ജോലിക്ക് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സർട്ടിഫിക്കേഷൻ തന്നെയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് നാട്ടിൽ നിന്ന് SSLCയോ +2ഓ ഡിഗ്രിയോ കഴിഞ്ഞ് വിദേശത്ത് നിന്ന് ഒരാൾക്ക് അവിടെ വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ പോസിബിളായ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. അല്ലാത്ത ഒരു സർട്ടിഫിക്കേഷനും ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ കൊടുക്കില്ല. മാത്രമല്ല അവർക്ക് അവിടെ വിസ എൻട്രി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ പറ്റുക? പത്രത്തിൽ ഒരുപാട് പരസ്യങ്ങൾ വരുന്നു, ഇത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് ഉള്ള ധാരാളം പരസ്യങ്ങൾ വരുന്നു. ഇതിൽ എംബസി സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ഏതാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വരുന്ന എല്ലാ സർട്ടിഫിക്കേഷനുകൾക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എംബസി അറ്റസ്റ്റേഷൻ പോസിബിൾ ആണ്. മാത്രവുമല്ല അവർക്ക് വളരെ ഈസിയായി ഒരു സാധാരണക്കാരന് തന്നെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയും. കാരണം ഇന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകളിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് അപ്രൂവ്ഡ് ആണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുള്ള നെയിം, ഏജൻസി നെയിം വിളിച്ചു പറയുന്ന ടൈമിൽ തന്നെ ഈസിയായി അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനും സാധിക്കും ഏത് സർട്ടിഫിക്കറ്റാണ് പോസിബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും. മാത്രവുമല്ല ഒരു വിദ്യാർത്ഥി കോഴ്സിന് ചേരുന്ന സമയത്ത് നിർബന്ധമായും ആ സ്ഥാപനത്തിനോട് എംബസി അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ വിസ സ്റ്റാമ്പിംഗ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിർബന്ധമായും ചോദിക്കേണ്ടതാണ്. ക്ലാരിഫിക്കേഷൻ. അല്ലാത്ത പക്ഷം അവർ വിദേശത്തെത്തുന്ന സമയത്ത് IT സപ്പോർട്ടായി എത്തുന്ന വ്യക്തിക്ക് അവിടെ വിസ എൻട്രി ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്
ഹൈ എൻഡ് ആയിട്ടുള്ള മിഷനറികൾ, ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് സർവീസ് ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഹൈ എൻഡായ മിഷനറിയാണ് ലാപ്ടോപ്പ് സ്കാനർ. ഒരു സാധാരണക്കാരന് ഇന്ന് അതിനെപ്പറ്റിയുള്ള വ്യക്തത വളരെ കുറവാണ്. അപ്പോൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു കോഴ്സിന് ചേരുന്ന ഒരു വ്യക്തി നിർബന്ധമായും അവിടെ ഉപയോഗിക്കുന്ന മിഷനറികളെ പറ്റി 100% അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, കോഴ്സുകൾക്ക് ലക്ഷങ്ങൾ മുടക്കി ചേരുന്നതിന് മുമ്പ് അവിടെ ഏറ്റവും ഹൈ എൻഡായ മിഷനറികളായ ലാപ്ടോപ്പ് സ്കാനർ പോലെയുള്ള മിഷനറികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇന്ന് ഏതൊരു മെഷീൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയി വന്നു, ഗൾഫ് കൺട്രീസിലും നമ്മുടെ നാട്ടിലും വരുന്ന സിസ്റ്റം വളരെ ഡിഫറൻ്റ് ആണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ലാപ്ടോപ്പ് ഫോൾട്ടി ആയി വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് മാക്സിമം തരുന്നത് 5 മിനിറ്റാണ് മാക്സിമം ഇത് ഫോൾഫൈ ചെയ്യാൻ വേണ്ടി. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എടുക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണ് കേട് എന്ന് കണ്ടെത്തി അത് കസ്റ്റമറോട് പറയുമ്പോഴേക്കും ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കും. ഓക്കെ, എന്നാൽ ലാപ്ടോപ്പ് സ്കാനർ എന്ന് പറയുന്ന മെഷീൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് ഒരു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എവിടെയാണോ ഫാൾട്ട് എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ തീർച്ചയായും ആ കസ്റ്റമർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ അവിടെ സാധിക്കും. കസ്റ്റമറുടെ സെയിം ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതെ, ഫ്രണ്ടിൽ വെച്ച് തന്നെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സുതാര്യമാണ്. മാത്രമല്ല ഇവിടുന്ന് ലാപ്ടോപ്പ് സർവീസിങ് പഠിച്ചു പോകുന്ന 90% വിദ്യാർത്ഥികളും ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഗൾഫിൽ ഒരു ഷോപ്പിന് ലൈസൻസ് എൻട്രി ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് സ്കാനർ പോലെയുള്ള ഹൈ എൻഡ് മിഷനറീസ്, ലാപ്ടോപ്പ് സ്കാനേഴ്സ്, BGA അതുപോലെയുള്ള ഹൈ എൻഡ് മിഷനറികൾ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ന് അവിടെ ജോബിന് ഓപ്പണിങ്സ് ഉള്ളൂ, സാധ്യതയുള്ളൂ. ഓക്കെ, കാരണം അല്ലാതെ നോർമലി ഒരു ലാപ്ടോപ്പിൻ്റെ സർവീസിങ് പഠിച്ച് അവിടെ എത്തുന്ന ഒരു വ്യക്തിക്ക് അതിലേക്ക് എൻട്രി ചെയ്ത് വരാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, മാത്രമല്ല അവർ ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊബൈൽ സൈഡിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്, ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇന്ന് മൊബൈൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു കസ്റ്റമർ ഒരിക്കലും അത് കൂടുതൽ ബോധവാനാകുന്നില്ല കോഴ്സിനെ പറ്റി. കാരണം ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഐഫോണുകൾ, ബ്ലാക്ക്ബെറി, HTC, ഗാലക്സി അതുപോലെയുള്ള ഹൈ എൻഡ് മൊബൈലുകളാണ്. എന്നാൽ ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന 1100 പോലെയുള്ള പഴയ മൊബൈൽ സെറ്റുകളാണ്. ആ സെറ്റുകൾ പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും ഒരാൾക്കും ഗൾഫ് കൺട്രീസിൽ എത്തുമ്പോൾ ഐഫോണും ബ്ലാക്ക്ബെറിയും എത്തുമ്പോൾ അവനവിടെ അത് ഫെമിലിയർ അല്ല. ഒരിക്കലും ആൾക്ക് തിരിച്ചറിയാൻ പോലും അതിൻ്റെ ഉള്ളിലുള്ള ഫോൾട്ടുകൾ കണ്ടെത്താൻ പോലും ആൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതെ, സെറ്റുകൾ അതെ ഇവിടെ പഠിക്കാൻ അവൈലബിൾ അല്ല. എന്നാൽ കോഴ്സ് ഫീയുടെ കാര്യത്തിൽ ഒട്ടും കുറവുമല്ല. കോഴ്സ് ഫീയുടെ കാര്യത്തിൽ എല്ലാവരും ഇന്നൊരു കോമ്പറ്റീഷൻ ലെവലിലാണ്. ഓക്കെ, അപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവർ തീർച്ചയായും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ലാപ്ടോപ്പ് സൈഡിലാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിൽ എല്ലാ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് സ്കാനർ, ബയോസ്കോപ്പിയേഴ്സ്, BGA മിഷനറികൾ അതുപോലെയുള്ള ഹൈ എൻഡ് മിഷനറികൾ, ഓക്കെ, സ്മാർട്ട് ട്വീസേഴ്സ്, അങ്ങനെയുള്ള മിഷനറികളുടെ സഹായത്തോടു കൂടിയാണ് അവർ സർവീസിങ് പഠിക്കുന്നതെങ്കിൽ അവർക്കത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ അവർക്കത് ഒരു ജോലി കിട്ടുന്നതിന് അവർക്ക് സാധിക്കും. ഓക്കെ, മാത്രമല്ല സ്മാർട്ട് ഫോൺ രംഗത്താണെങ്കിൽ അവർ ഹൈ എൻഡ് സെറ്റുകൾ, ഐഫോൺ, ബ്ലാക്ക്ബെറി, HTC, ഗാലക്സി അതുപോലെയുള്ള ഹൈ എൻഡ് സെറ്റുകളുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും 2 സെക്ഷനുകളും അറിയുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വേക്കൻസികൾ ഇഷ്ടം പോലെയാണ്. കാരണം ഇന്ന് ആളുകളെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാം, ഒരു ഷോർട്ട് ബ്രേക്ക്. സർ, ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നമ്മൾ സംസാരിച്ച ഇത്തരം കോഴ്സുകളുടെ സാധ്യത എന്താണ് ഇതിൻ്റെ സാലറി ലെവൽസ്, ഇവരുടെ ജോബ് സേഫ്റ്റി എന്തൊക്കെ? ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് IT സപ്പോർട്ട് എഞ്ചിനീയർ, IT മാനേജർ, സിസ്റ്റം അഡ്മിൻ അതുപോലെയുള്ള സർവീസ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നത്. മാത്രമല്ല സാലറി ഗ്രേഡ് മിനിമം നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ 3500 ദിറംസ്, ഓൾമോസ്റ്റ് ഇന്ത്യൻ മണി $50,000. സിംഗപ്പൂർ ബേസ്ഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് $3,000 ഓൾമോസ്റ്റ് നമുക്ക് കോസ്റ്റ്. അതായത് ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 2.5 lakhs, ഓൾമോസ്റ്റ് 3 lakhs ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് അവിടെ കോസ്റ്റ് വരുന്ന രീതിയിലാണ് നമുക്ക് സാധാരണഗതിയിൽ വരുന്നത്. ഇത്രയും സാലറി ഒരു കമ്പനി അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ടെക്നിക്കൽ സ്റ്റാഫുകളെ കിട്ടാനുള്ള അപര്യാപ്തതയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്.
കാരണം ടെക്നിക്കൽ സ്റ്റാഫുകൾ ഏറ്റവും കൂടുതലായിട്ട് ടെക്നിക്കൽ സ്റ്റാഫുകൾ ഇന്ന് കയറി വരുന്നത് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഇന്ന് കയറി വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു കമ്പനിക്ക് IT സപ്പോർട്ട് എന്ന് പറയുന്ന പോസ്റ്റിൽ അവർക്ക് നിർബന്ധമായും ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ടർ സർവീസിംഗ് സൈഡ്, നെറ്റ്വർക്കിംഗ് ലെവൽ, പ്ലസ് ലാപ്ടോപ്പ് സർവീസ് സൈഡ്, ടാബ്ലറ്റ് സർവീസിംഗ് സൈഡ്, iPad സർവീസ് സൈഡ്, പ്ലസ് CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം. ഇത്രയാണ് ഒരു കമ്പനിക്ക് മെയിൻലി അവരുടെ IT സപ്പോർട്ടിൽ ടെക്നിക്കൽ ലെവലിൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, ഈ സ്റ്റാഫുകൾക്ക് ഇപ്പോൾ പല രാജ്യങ്ങളിലും സ്വദേശീവൽക്കരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ സിംഗപ്പൂരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ് പേഴ്സൺസ് ആണ്, തമിഴ് മലയാളം പേഴ്സൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അവിടെ എൻട്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയും സ്വദേശിവൽക്കരണം വന്നപ്പോൾ അവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചെറിയ ഫീൽഡിൽ നിൽക്കുന്നവർ, അതായത് അതേ വിസയിൽ എൻട്രി ചെയ്യാത്തവർ, അവരാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. സൗദിയിലിപ്പോൾ ഇദാലത്ത് ആ പ്രോബ്ലംസ് വന്നപ്പോഴും നമുക്ക് നിതാക്കത്തിൻ്റെ പ്രോബ്ലം വന്നപ്പോഴും നമുക്ക് വന്ന പ്രോബ്ലം ഇത് തന്നെയായിരുന്നു. കാരണം അവിടെ വന്നത് അവിടെ പലരും വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് അയാൾക്ക് വിസ കിട്ടാത്ത, ഫോർ എക്സാമ്പിൾ അയാളുടെ കയ്യിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംബസി അറ്റസ്റ്റേഷനും വിസ സ്റ്റാമ്പിങ്ങും സാധ്യമല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റാണ് അയാളുടെ കയ്യിലെങ്കിൽ അയാൾ എടുക്കുന്ന വിസ ഒരു പക്ഷേ ചിലപ്പോൾ ഡ്രൈവർ വിസ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വിസ ആയിരിക്കും. അങ്ങനെ വിസയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അയാൾക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വരും. കാരണം പ്രൊഫഷൻ പ്രോപ്പർ അല്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, അയാളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അയാൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ കൂടി കഴിവുള്ള ഒരു സ്ഥാപനത്തിലായിരിക്കണം അവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യേണ്ടത്. കാരണം ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തിറങ്ങുന്ന ഒരു കുട്ടി 100% ഫ്രഷറാണ്. പഠിച്ച് പുറത്തിറങ്ങിയ ഉടനെ എനിക്ക് ഗൾഫിലൊരു ജോബ് കിട്ടും എന്ന് പറഞ്ഞ് നേരെ ഗൾഫിലേക്ക് എത്തുമ്പോൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വാഗതം ചെയ്യാൻ ഒരിക്കലും ഒരു കമ്പനിയും വില്ലിങ് ആവില്ല. അവരുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എക്സ്പീരിയൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ടത് ആ ഫേമിന് ഓൺ സർവീസ് സെൻറ്റേഴ്സോ ഓൺ AMC പോലെയുള്ള ഒരു കമ്പനിയാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ കമ്പനിക്ക് അവരുടേതായ സ്വന്തം സർവീസ് സെൻറ്ററുകളും അതുപോലെയുള്ള IT രംഗത്ത് ഒരു പ്രഗത്ഭരായ ഒരു കമ്പനിയാണെങ്കിൽ തീർച്ചയായും കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായും അവർക്കൊരു ട്രെയിനിങ് നൽകിയിരിക്കും. ആ ട്രെയിനിങ് കഴിയുന്നതോടുകൂടി അവർ 100% അവർ എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് ജോബിലേക്കുള്ള ഒരു ട്രാക്ക് അവിടെ തുറന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നാൽ ഒരു സാധാരണ ജോലിയും ഇതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ലെവൽ വരുന്ന ഒരു സ്റ്റാഫിന് ഒന്ന് ജോബ് സെക്യൂരിറ്റി കൂടുതലാണ്. ഒരു കമ്പനി ഒരു കാരണവശാലും അയാളെ അതിവേഗതയിൽ പിരിച്ചുവിടില്ല. കാരണം ഒരു കമ്പനിയിൽ 4000 അല്ലെങ്കിൽ 3000 കമ്പ്യൂട്ടറുകൾ നിയന്ത്രിക്കുന്ന ഒരു നെറ്റ്വർക്ക് അഡ്മിൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം സപ്പോർട്ട്, അയാൾക്ക് ആ സിസ്റ്റത്തിൻ്റെ A to Z കാര്യങ്ങൾ അയാൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അതെ, ബാക്ക് ബോൺ മീൻസ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 2-3 ഇയേഴ്സ് കൊണ്ട് തന്നെ അയാൾ ആ കമ്പനിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു അസറ്റായി മാറിക്കഴിഞ്ഞു. അയാളില്ലാതെ ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും. കാരണം അവിടെ നെറ്റ്വർക്ക് അഡ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പെട്ടെന്നൊരു സിസ്റ്റം ഡൗൺ ആയി. അവരെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ ഒരു സിസ്റ്റം ഡൗൺ ആണെങ്കിൽ അവർക്ക് വരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ലോസ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കമ്പനീസിൻ്റെ ഞങ്ങൾ AMC കോൺട്രാക്ട്സ് ചെയ്യുന്നുണ്ട്. ഖത്തർ പെട്രോളിയം, സൗദി സ്റ്റീൽസ്, ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. അൽ നബൂദ ലൈൻ, ജാബിറ ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ 1 മണിക്കൂർ നേരം അവരുടെ സെർവർ ഒന്ന് ഡൗൺ ആയാൽ അവർക്ക് വരുന്ന ലോസ് എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയാണ്. അതൊരിക്കലും അതിനുവേണ്ടി അവർ ചെയ്യില്ല. അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ തന്നെയാണ് അവർ ഈ കാര്യത്തിന് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല നല്ല പ്ലേസ്മെൻറ്റ് സെല്ലുകൾ വഴിയാണ് അവർ ആളുകളെ പ്ലേസ് ചെയ്യുന്നതും. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ തന്നെ ഓൾറെഡി ഒരുപാട് കമ്പനികളുമായി ടൈഅപ്സ് ഉണ്ട്. ഖത്തർ പെട്രോളിയം അതുപോലുള്ള കമ്പനീസ്. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളിൽ ഒരു 90% കമ്പനി ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആരെയാണോ ആവശ്യം ആ ആവശ്യം നോക്കിയാണ് ഒരു കോഴ്സ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു പെട്രോളിയം കമ്പനിയാണെങ്കിൽ അവർക്ക് ആവശ്യം ബാക്കപ്പ് സെർവേഴ്സ് അതുപോലെയുള്ള സെർവേഴ്സാണ്. ഇത് പഠിച്ച ഒരു വ്യക്തിക്ക്, കാരണം ഏത് സമയം വേണമെങ്കിലും തീപിടുത്തം ഉണ്ടാവാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിസ്റ്റത്തിലെ ഡാറ്റ അതവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് അവർ ലോസ് ആവാതിരിക്കാൻ വേണ്ടി അവർ ബാക്കപ്പ് സെർവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അത് കൃത്യമായി അത് അവിടെ ഗൾഫിലേക്ക് ആവശ്യം വരുന്ന ഒരു പാക്കേജാണ്. അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നാട്ടിലത് പെട്ടെന്നൊരു ജോബ് കിട്ടും എന്ന് നമ്മൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആയതിനു ശേഷം വേണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ കോർപ്പറേറ്റ്സിൻ്റെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കുന്നു, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കൂടിയാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെ, സോ ദി ജോബ് സെക്യൂരിറ്റി ഈസ് ഹൈ.
ആൻഡ് സാലറി ആൻഡ് സാലറി ഓൾമോസ്റ്റ് നമുക്ക് സേഫ്. മാത്രമല്ല ഖത്തർ പെട്രോളിയം പോലെയുള്ള കമ്പനീസ് ഇന്ന് ഒരു ബാക്കപ്പ് അഡ്മിന് ഇന്ന് കൊടുക്കുന്ന സാലറി ഗ്രേഡ് ഓൾമോസ്റ്റ് 1 to 2 lakhs ആണ് ഇന്ത്യൻ മണി. പക്ഷേ ഇവിടുന്ന് സാധാരണഗതിയിൽ ഒരാൾ കോഴ്സ് കഴിഞ്ഞ് പോകുന്ന ഒരു വ്യക്തി ഈ കോഴ്സ് ഒരിക്കലും പഠിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നേടി അവർ ഗൾഫിലേക്ക് എത്തുമ്പോഴാണ് അവർ അറിയുന്നത് അവർക്ക് ആവശ്യമുള്ള ഇതൊന്നും ആയിരുന്നില്ല. കാരണം ഒറിജിനലി ഒരു കമ്പനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് അവർക്ക് നിർബന്ധമായും വേണം. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ലെവലിലേക്ക് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ തീർച്ചയായും 4 സെർവേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ബാക്കപ്പ് സെർവേഴ്സ്, വെബ് സെർവർ, ഫയൽ സെർവർ ആൻഡ് പ്രിൻ്റ് സെർവർ. ഇങ്ങനെ 4 സെർവറുകൾ അവർ തീർച്ചയായിട്ടും അവർ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു നല്ല ഒരു ജോബ് അവർക്ക് സെക്യൂർ ആക്കാൻ കഴിയൂ നെറ്റ്വർക്ക് ഫീൽഡിൽ. ഓക്കെ സർ, ഒരു ഷോർട്ട് ബ്രേക്ക്. സർ, SLC അല്ലെങ്കിൽ +2 അതുമല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥി പ്രാഥമികമായി അവരുടെ എഡ്യൂക്കേഷന് ശേഷം ഒരു IT ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലുള്ള കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വിശദമാക്കുകയാണെങ്കിൽ കൊള്ളാം. ഐ മീൻ കോഴ്സ് ഫീ, അപ്രോക്സിമേറ്റ് കോഴ്സ് ഫീ. ഒരു സ്റ്റാൻഡേർഡ് കോഴ്സ് ആണെങ്കിൽ എത്രയാണ് ഫീ വരുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, ട്രെയിനിങ് പീരീഡ് എത്രയായിരിക്കണം, ഈ കോഴ്സിൻ്റെ കൂടെ ഇതല്ലാതെ മറ്റ് എന്തെങ്കിലും ലാംഗ്വേജ് ട്രെയിനേഴ്സോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ഓക്കെ, അതൊരു പ്രേക്ഷകർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഓക്കെ, നമുക്ക് കോഴ്സുകൾക്ക് സാധാരണഗതിയിൽ വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് 20,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഒരു വർഷത്തെ കോഴ്സിന് സാധാരണ എല്ലാ കമ്പനികളും സാധാരണഗതിയിൽ ചാർജ് ചെയ്യുന്നത്. ഈ കോഴ്സുകൾക്ക് 1 year കോഴ്സുകൾക്ക് ഈ 1 year കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് മിനിമം അവർക്ക് സർവീസ് സെൻ്റർ ട്രെയിനിങ് ഒരു 1 month to 6 month സർവീസ് സെൻ്റർ ട്രെയിനിങ് അവർക്ക് നിർബന്ധമായും വേണം. മിനിമം 1 year എങ്കിലും 1 month എങ്കിലും മിനിമം 1 month എങ്കിലും അവർക്ക് സർവീസ് സെൻ്റർ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ടൈം സാറിൻ്റെ എക്സ്പീരിയൻസ് അത് 6 month ആണോ അതോ 1 month മതിയോ? 1 month കമ്പനിക്ക് അനുസരിച്ച് ഉതകുന്ന രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പോൾ മെയിൻ സിറ്റീസിലാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ, ചെന്നൈ അല്ലെങ്കിൽ കൊച്ചിൻ അതുപോലുള്ള മെയിൻ സിറ്റീസിലാണെങ്കിൽ ഒരു മാസം ഓൾമോസ്റ്റ് 300 to 400 ലാപ്ടോപ്സ് വരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാസത്തെ ട്രെയിനിങ് തന്നെ അവർക്ക് ഇനഫ് ധാരാളമാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിലാണ് അവർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു മാസം അവർക്ക് തീർച്ചയായിട്ടും മതി. മാത്രമല്ല കോഴ്സ് കഴിയുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന ഒരു കുട്ടിക്ക് ഒരു ജോലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു വർഷം കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു കരിയർ തന്നെയാണ്, ഒരു ജോലിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോബ് കൂടി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് നല്ല രീതിയിലായിരിക്കും. ഓക്കെ, അത് പ്രത്യേകിച്ചും ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ ഇന്ത്യയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി വേഗതയിൽ അവർക്ക് ഇന്ത്യയിൽ നിന്ന് കോഴ്സ് ഫിനിഷ് ചെയ്യാനും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകാനും അവർക്ക് സാധിക്കും. മാത്രമല്ല ഇവർക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പഠിച്ച് കഴിഞ്ഞ് കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിനോടൊപ്പം അവർക്ക് ഈ ട്രെയിനിങ് ടൈമിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുകയാണെങ്കിൽ അവർക്കത് കുറച്ചുകൂടി ഉതകുന്ന രീതിയിലായിരിക്കും. അതെ, അവർക്കത് കാണിച്ചു കൊടുക്കാനും സാധിക്കും, എക്സ്പീരിയൻസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ കമ്പനികളും ഇന്ന് ചോദിക്കുന്നത്. കാരണം അവരുടെ കഴിവുകൾക്കും അവർക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മാത്രമല്ല കോഴ്സുകളോടൊപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കരിയർ ഗൈഡൻസ് അതുപോലെയുള്ള പാക്കേജ് കൂടി അവർ ഇതിനോടൊപ്പം സെലക്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇതിൽ തന്നെ ഇൻക്ലൂഡായ ഇപ്പോൾ പല കമ്പനികളും ഇന്ന് കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ അറബിക് ഒപ്പം അറബിക് ടൈപ്പിംഗ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ എൻ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം. അങ്ങനെയുള്ള കമ്പനീസ് അത് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൾഫിലേക്ക് എത്തുമ്പോൾ അവരുടെ ലാംഗ്വേജ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അറബിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. കാരണം ഗൾഫ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ജോബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യത്തെ തന്നെയാണ്. കാരണം അവിടെ എന്ത് സ്വദേശിവൽക്കരണം നടന്നാലും ടെക്നിക്കൽ സൈഡിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം ഒരു ടെക്നിക്കൽ കമ്പനിക്ക് അവിടെ സ്വദേശിവൽക്കരണം നടന്നപ്പോഴും അവിടെ കമ്പനികൾ പലരും പിരിച്ചു വിട്ടപ്പോഴും ഞങ്ങളുടെ കമ്പനി അടക്കം പലരും പിടിച്ചു നിന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം അവിടെ ഹൈ എൻഡ് കമ്പനികൾക്ക് ഒന്നും സംഭവിക്കാനില്ല. കാരണം അവരവരുടെ AMC കോൺട്രാക്റ്റുകൾ ഒരിക്കലും ക്ലോസ് ചെയ്യുന്നില്ല. കാരണം അവരുടെ ഓൾറെഡി ഉള്ള പ്രൊജക്റ്റുകൾ അവർക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. പുതിയ പ്രൊജക്റ്റുകൾ ചിലപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ ഓൾറെഡി ഉള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ തന്നെ ഇന്ന് ടെക്നിക്കൽ സ്റ്റാഫുകളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്.
റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ് പലരും ഇപ്പം ഞങ്ങളുടെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ലെവലിൽ വരുന്ന കമ്പനികൾ, ഇപ്പോൾ ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏകദേശം ഒരു 70-80ഓളം വാക്കൻസീസ് ഇപ്പോൾ കിടക്കുകയാണ് ടെക്നിക്കൽ സ്റ്റാഫ്. കാരണം ആളുകളെ കിട്ടാനില്ല. പുതിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഓരോ കമ്പനീസും ഇപ്പോൾ AMC കോൺട്രാക്റ്റുമായിട്ട് എത്തുന്ന ഓരോ കമ്പനിയും നിർബന്ധമായും ഞങ്ങൾ 4-5 സ്റ്റാഫുകളെ അവിടെ സ്ഥിരമായി നിയമിക്കണം, ഞങ്ങളുടെ സ്റ്റാഫ് മാത്രം. പ്ലസ് അതോടൊപ്പം തന്നെ അവരുടേതായ ഒരു 40-50 സ്റ്റാഫ് IT സെക്ഷനിൽ അവർ സെപ്പറേറ്റ് എടുക്കുകയും ചെയ്യും. ഇപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെവലിൽ വരുന്നത് സോഫ്റ്റ്വെയറിലും മൾട്ടിമീഡിയ സൈഡ്, അതുപോലെ തന്നെ നമുക്ക് ഡിസൈനിങ് സൈഡ്, അങ്ങനെയുള്ള വിങ്ങുകളെല്ലാം അവർ ഔട്ട്സോഴ്സിംഗ് ആണ് കമ്പനികൾ ചെയ്യുന്നത്. വെബ്സൈറ്റ് എല്ലാം ഔട്ട്സോഴ്സിംഗ് ആണ്. ഇപ്പോൾ എല്ലാം കമ്പനി ചെയ്യുന്നത് അവരുടെ മെയിൻ്റനൻസ്, ആ കമ്പനിക്ക് ആവശ്യമുള്ള 4000 സിസ്റ്റം അല്ലെങ്കിൽ 5000 സിസ്റ്റം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ടോട്ടൽ നെറ്റ്വർക്ക്, ടോട്ടൽ സെർവേഴ്സ്, ടോട്ടൽ CCTV ക്യാമറ, ഇതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സ്ഥിരമായി തന്നെ സ്റ്റാഫിനെ വെക്കുകയും ആ സ്റ്റാഫിന് നല്ല രീതിയിലുള്ള സാലറി കൊടുക്കുകയും മാത്രമല്ല അവർ നല്ലൊരു ലീവ് നൽകുക. അതായത് അവർക്ക് ഇയർലി ലീവ്, അലവൻസുകൾ, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ക്ലെയിം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഇന്ന് ഹൈ എൻഡ് കമ്പനീസ് ഫാമിലി വിസ അലോട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലി വിസയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് കയറിപ്പോകുന്ന ഒരു വ്യക്തി നിർബന്ധമായും അയാളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാളുടെ പ്രൊഫഷണൽ വിസ എൻട്രി ചെയ്യുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് ഇവിടുന്ന് ഫാമിലിയെ കൊണ്ടുപോകാൻ സാധിക്കില്ല, ഫാമിലി വിസ കിട്ടുകയുമില്ല. എന്നാൽ ഇന്ന് IT രംഗത്തുള്ള ഓരോ വ്യക്തിയും അവരുടെ ഫാമിലിയെ കൊണ്ടുപോകാം. കാരണം അവിടുത്തെ ഗവൺമെൻറ് മിനിമം സാലറി ഗ്രേഡ് 3500 ദിറംസ് ആക്കി. മീൻസ് 3000 മുകളിലുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ ഫാമിലിയെ കൊണ്ടുപോകാൻ സാധിക്കും. ഫാമിലി വിസ കിട്ടുന്നതിന് അവരൊരു ഗ്രേഡ് തീരുമാനിച്ചു. അപ്പോൾ ആ ഗ്രേഡ് ഇന്ന് IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും മിനിമം വേതനം അവിടുത്തെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തത് ഈ വേതനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറഞ്ഞ സാലറിക്ക് ഇന്ന് IT രംഗത്ത് ആരും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ IT രംഗത്ത് ഇന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡിൽ നല്ലൊരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഫ്യൂച്ചറിലും ഇപ്പോൾ പുതിയ കമ്പനികൾ ലോഞ്ച് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഖത്തർ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കാരണം ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിൽ ഇനിയിപ്പോൾ അവിടെ വേൾഡ് കപ്പ് ഒക്കെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ നല്ല ഡെവലപ്മെൻറ്റ്സ് ഖത്തർ, അതുപോലെ തന്നെ ദുബായ് സൈഡിൽ, അതുപോലെ സിംഗപ്പൂർ ഹാർട്ട്ലി വെൽക്കം ചെയ്യുകയാണ് എല്ലാവരെയും. പ്രത്യേകിച്ച് IT രംഗത്തുള്ള ഒരു 3 ഇയർ IT രംഗത്ത് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് അവർ PR പെർമനൻറ്റ് റെസിഡൻ്റ് ആക്കുകയും 5 ഇയർ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വരെ ആ രാജ്യം തയ്യാറാണ്. കാരണം അത് IT രംഗത്ത് മാത്രമേ അവരിപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം IT രംഗത്ത് കൂടുതൽ പേരെ അവർ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അതുപോലുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോകുന്ന വ്യക്തിക്ക് പോലും ഇപ്പോൾ വളരെ ഈസിയായി ജോബ് അവിടെ സെർച്ച് ചെയ്യാനും ജോബിലേക്ക് എൻ്റർ ചെയ്യാനും സാധിക്കും. ഓക്കെ സാർ, സമയപരിമിതി മൂലം നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കാണാം.